الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل الله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه أجمعين أما بعد ഏറ്റവും ആദരണീയരായ ഉസ്താദുമാർ, കമ്മിറ്റിക്കാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാർ, ദാറുൽ ഫലാഹ് സ്റ്റുഡൻസ് അസോസിയേഷൻ നടത്തുന്ന ഇഷ്തിയാഖ് മദീന ആർട്സ് ഫെസ്റ്റിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു തആല ഇതൊരു സ്വാലിഹത്തായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ ഒരു അവസരത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിനയത്തെക്കുറിച്ച് അല്പം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. സൃഷ്ടികളിൽ ഏറ്റവും വിനയമായിരുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ഒരിക്കൽ പല വേളകളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലിൽ നീര് വന്ന് വീർത്ത് പൊട്ടുവോളം നിസ്കരിക്കുന്നത് കണ്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകരോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചകരെ, താങ്കൾ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു തആല അങ്ങേക്ക് പുറത്തു തന്നില്ലയോ? പിന്നെ എന്തിനാണ് നബിയെ അങ്ങേ കഷ്ടപ്പെടുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മറുപടി പറയുകയാണ്, അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാവേണ്ടയോ ആയിഷ? നോക്കൂ ആ ഒരു വിനയവിസ്മയം. മാത്രമല്ല ദിവസവും ഒട്ടനവധി ഇസ്തിഗ്ഫാർ ചൊല്ലിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയും നാം ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്. ഒരിക്കൽ ബദറിലേക്കുള്ള യാത്രാവേളയിൽ ഒരു 3 അംഗ സംഘത്തിന്റെ ഏക ആശ്രയം ഒരൊട്ടകം മാത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലി തങ്ങളും മർസ തങ്ങളും അടങ്ങുന്ന ഒരു 3 അംഗ സംഘത്തിന്റെ ഏക ആശ്രയം ഒരു ഒട്ടകം മാത്രമായിരുന്നു. മാറി മാറി യാത്ര ചെയ്യാനായിരുന്നു അവർ ഉദ്ദേശിച്ചത്. തങ്ങളുടെ അവസരമെത്തിയപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകരോട് അവർ പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, ഞങ്ങളുടെ അവസരത്തിലും അങ്ങ് യാത്ര ചെയ്തു കൊള്ളുക, അതാണ് ഞങ്ങൾക്ക് സന്തോഷം. സത്യനബിയുടെ അതരം ചലിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യവാനാണ്. മാത്രമല്ല റബ്ബിന്റെ അടുക്കലുള്ള കൂലി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. നോക്കൂ എന്തൊരു മഹത്തായ വിസ്മയം. ഒരിക്കൽ അതുപോലെ തന്നെ മസ്ജിദുൻ നബിയുടെ നിർമ്മാണ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകരെ സ്വഹാബാക്കളോട് കൂടെ ഇഷ്ടികക്കട്ടകൾ അടുക്കി വെക്കാൻ സഹായത്തിനുണ്ട്. സ്വഹാബത്ത് പ്രവാചകരോട് പറഞ്ഞു, അങ്ങ് വിശ്രമിച്ചു കൊള്ളുക, ഇത് ഞങ്ങൾ ചെയ്തു കൊള്ളാം. അല്ലാഹുവിന്റെ പ്രവാചകരെ മുമ്പ് അവരോട് പറഞ്ഞ അതേ മറുപടിയാണ് ഇവരോടും പറഞ്ഞത്. റബ്ബിന്റെ അടുക്കലുള്ള കൂലി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറേബ്യൻ ലോകത്തിന്റെ കിരീടം വെക്കാത്ത സുൽത്താനായിട്ട് പോലും അവിടുന്ന് ഒരു ചെറുകൂരയിലാണ് ഉറങ്ങിയിരുന്നത്. സ്വർഗീയ ഉദ്ഘാടനമെങ്കിലും അഹങ്കരിക്കാൻ മറ്റു പലതുമുണ്ടെങ്കിലും അവിടുന്ന് സദാ വിനയാനിതനായാണ് ജീവിച്ചു വന്നത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, തുലികളയാത്ത ഗോതമ്പ് റൊട്ടിയും രുചിഭേദം വന്ന
വെണ്ണ കഴിക്കാൻ ക്ഷണിച്ചാലും അള്ളാഹുവിന്റെ പ്രവാചകർ ആ ക്ഷണം സ്വീകരിച്ചു പോകുമായിരുന്നു. ഇന്നത്തെ രാജാക്കന്മാരുടെയും ഹോജാക്കന്മാരുടെയും അഹങ്കാരത്തെ അത് സമ്മതിക്കുമോ? മാത്രമല്ല, അവിടുത്തെ ഒരു അങ്കി ഒരു ജൂതന്റെ പക്കൽ പണയത്തിലായിരുന്നു എന്നതാണ് സത്യാവസ്ഥ. അത് മരണം വരെ തിരിച്ചു വാങ്ങാനുള്ള ആവശ്യമായ ഒന്നും തന്നെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്തായ ഏറ്റവും താഴ്ന്ന വാഹനമായ കോവർ കഴുതയുടെ പുറത്ത് അള്ളാഹുവിന്റെ പ്രവാചകർ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് അഭിവാദ്യം ചെയ്തു തുടങ്ങുന്നതും യാത്രാവേളകളിലും മറ്റും മുന്നിട്ടിറങ്ങുന്നതുമൊക്കെ വിനയത്തിന്റെ ലക്ഷണങ്ങളാണ്. 3 യാത്രക്കാരുടെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ വിശ്രമത്തിനും ഭക്ഷണത്തിനും വേണ്ടി ഒരു സ്ഥലത്തിറങ്ങി. അതിലൊരുത്തൻ പറഞ്ഞു, ഞാൻ ആടിനെ അറുക്കാം. രണ്ടാമതൊരുത്തൻ പറഞ്ഞു, ഞാൻ അതിനെ കഷ്ണിച്ചു തരാം. മൂന്നാമതൊരുത്തൻ പറഞ്ഞു, ഞാൻ അതിനെ കറി വെച്ചു തരാം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എങ്കിൽ ഞാൻ അതിന് ആവശ്യമായ വിറകുകൾ ശേഖരിച്ചു കൊണ്ടുവരാം. സഹയാത്രക്കാർ അതിന് പിന്തിരിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകരെ തന്റെ സേവനം അവിടെ അർപ്പിക്കുക തന്നെ ചെയ്തു. വിനയമുള്ള മനസ്സുകൾക്ക് മാത്രമേ ഇത്ര വലിയ നേത്ര പദവിയിൽ ഇരിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. അങ്ങവിടുന്ന് അവരോട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിനീതമായി പെരുമാറി. അവിടുന്ന് എങ്ങാനും പരുത്ത സ്വഭാവക്കാരനും കഠിന മനസ്കനുമായിരുന്നുവെങ്കിൽ തങ്ങളുടെ അരികിലൂടെ അവർ വിരണ്ടോടുമായിരുന്നു എന്ന ഖുർആനിക വാക്യം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രബോധന ദൗത്യം വിനയത്തിലൂടെയാണ് പ്രവാചകരെ വിജയിപ്പിച്ചത് എന്ന് ഖുർആനിക വാക്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ ഒരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങോട്ടോ പോകാനുള്ള യാത്രാ തിടുക്കത്തിലാണ്. അതിനിടയിലാണ് ഒരു അടിമ സ്ത്രീ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്തോ പറയണമെന്ന ആവശ്യകത അറിയിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകരെ അത്ര വലിയ യാത്രാ തിടുക്കത്തിലും ആ അടിമ സ്ത്രീയുടെ വാക്കുകൾ കേൾക്കാൻ തന്റെ കാതുകൾ ഒഴിഞ്ഞു വെക്കുമായിരുന്നു. അന്ന് ശത്രുപക്ഷത്തായിരുന്ന അദി ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അടിമ സ്ത്രീക്ക് തന്റെ കാതുകൾ ഇത്രയും വലിയ യാത്രാ തിരക്കിനിടയിലും ഒഴിഞ്ഞു വെക്കുന്നത്